പൂജയിലൂടെ പണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വ്യാജ സന്യാസി പണം തട്ടി. മുംബൈയിൽ ഒരു അഭിഭാഷകനാണ് 20 ലക്ഷം രൂപ നഷ്ടമായത്. തട്ടിപ്പ് സന്യാസിക്കായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. മീര റോഡിൽ താമസിക്കുന്ന ധർമ്മവീർ ത്രിപാഠി എന്ന അഭിഭാഷകനാണ് പൂജയിലൂടെ പണം ഇരട്ടിപ്പിക്കാൻ ഇറങ്ങിയത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാശിയിൽ വെച്ച് ഒരു സന്യാസിയെ പരിചയപ്പെട്ടിരുന്നു. ഇയാൾ വഴിയാണ് പ്രേംസിംഗ് എന്ന വ്യാജ സന്യാസിയെ പരിചയപ്പെടുന്നത്. 42-കാരനായ പ്രേംസിംഗ് നിരന്തരം ഉപദേശങ്ങൾ നൽകി വരികയായിരുന്നു. അതിനിടയിലാണ് തനിക്ക് പണം ഇരട്ടിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അഭിഭാഷകനെ വിശ്വസിപ്പിച്ചത്. അത്യാഗ്രഹം മൂത്ത അഭിഭാഷകൻ 20 ലക്ഷം രൂപ ബാഗിലാക്കി കുടുംബസമേതം പൂജയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. നവി മുംബൈയിലെ ബോലാപൂരിലെ ഒരു ഫ്ളാറ്റിലേക്കാണ് അഭിഭാഷകനെ തട്ടിപ്പുകാരൻ വിളിച്ചു വരുത്തിയത്. പണം ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വച്ച ശേഷം ഫ്ളാറ്റിലെ കിടപ്പുമുറിയിലേക്ക് അഭിഭാഷകനെയും ഭാര്യയെയും മകനെയും മാറ്റി. 15 മിനിറ്റ് പൂജാകർമ്മം നീണ്ടു നിൽക്കുമെന്നും അതുവരെ മന്ത്രോച്ചാരണം നടത്തണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. സമയം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂജ നടന്ന സ്ഥലത്ത് പണവുമില്ല, സന്യാസിയുമില്ല. ഇരട്ടിപ്പിക്കാൻ വെച്ച 20 ലക്ഷവുമായി തട്ടിപ്പുകാരൻ കടന്നു. അഭിഭാഷകന്റെ പരാതിയിൽ സന്യാസിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇയാളുടെ കൂട്ടാളി എന്ന് സംശയിക്കുന്ന ഫ്ളാറ്റ് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 24 മുംബൈ. പഠിപ്പുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പണം സമ്പാദിക്കുക മാത്രമല്ല, അത് മറ്റാരും തട്ടിയെടുക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതും ഒരു കലയാണ്, ആർട്ടാണ്. അതെല്ലാവരും പഠിക്കേണ്ടതുമാണ്.